ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BSc BA മലയാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് നിഷ നാരായണൻ എഴുതിയ പടിഞ്ഞാട്ടേക്കുളം എന്നുള്ളത്. കവിതയുടെ പേരിൽ പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണ ജീവിതാനുഭവത്തിൻ്റെ ഒരു പുനഃസൃഷ്ടിയൊക്കെ തോന്നാമെങ്കിലും കവിതയിലേക്ക് നാം കടക്കുമ്പോൾ അത് സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഒക്കെ ആത്മബലത്തെയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ കവിതയിലേക്കൊന്ന് പോയി നോക്കാം. പടിഞ്ഞാട്ടെ കുളം, വെള്ളം പതിവില്ലാതൊരു രാത്രി, തുടിചാടി കുളിക്കുന്ന സുഭക ശബ്ദം. ആദ്യ ഭാഗത്ത് പ്രകൃതിയുടെ നിഗൂഢവും മനോഹരവുമായിട്ടുള്ള രംഗം വായനക്കാരൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എഴുത്തുകാരി ശ്രമിക്കുന്നുണ്ട്. രാത്രിയുടെ നിശബ്ദതയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിൽ നിന്ന് പതിവില്ലാത്തൊരു ശബ്ദം കവിയത്രി കേൾക്കുന്നു. എന്തോ കുളിക്കുന്ന മനോഹരപരമായിട്ടുള്ള സുഭക ശബ്ദമാണ്, സുന്ദരകരമായിട്ടുള്ള ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. അവിടെ പിന്നീടുള്ള വരികളിൽ നിലം മുട്ടും മുടമാടി അരമുണ്ടു നനച്ചാട്ടിടം കാലിൻ മടമ്പുര ഉരച്ചു തേവും. നമുക്ക് ആ വരികളിൽ വായിക്കുമ്പോൾ നമുക്കൊരു സ്ത്രീരൂപമാണ് അവിടെ കുളിക്കുന്നതെന്ന് സൂക്ഷ്മമായിട്ടുള്ള ദൃശ്യവൽക്കരണമാണ് കവിയത്രി നമുക്ക് മുൻപിലേക്ക് നടത്തുന്നത്. രാത്രിയുടെ മറവിൽ നീണ്ട തലമുടിയുള്ള ഒരു സ്ത്രീ അരമുണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ശ്രദ്ധയോടെ കാലിൻ്റെ മടമ്പ് തേച്ചുരച്ച് വൃത്തിയാക്കുന്നതിൻ്റെ സ്വകാര്യവും മനോഹരപരമായിട്ടുള്ള ഒരു ദൃശ്യത്തെയാണ് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യ ഭാഗത്ത് കേവലമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. കേവലപരമായിട്ടുള്ള ശബ്ദത്തിൽ നിന്ന് കവിത ദൃശ്യബിംബത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുകയാണ്, കുടിവെള്ളം കയറുമ്പോൾ ഇളകിടും ഒരു മുട്ടുലയാതെ മുലക്കച്ച മുറുക്കി വെച്ചു. അങ്ങനെ ഈ സ്ത്രീ, നമ്മൾ പറഞ്ഞു കാലിൻ്റെ മടമ്പൊക്കെ വൃത്തിയാക്കി തേച്ചുരുമ്മി ഇരിക്കുന്ന ആ സ്ത്രീ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കുടിവെള്ളം എന്ന് പറയുന്നത് കുളത്തിലെ വെള്ളമാണ്. കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീ സ്വന്തം ശരീരത്തെ എങ്ങനെ മറയ്ക്കാനും ഒതുക്കാനും ശ്രമിക്കുന്നു എന്ന് അതിസൂക്ഷ്മമായിട്ട് ഈ കവിത നിരീക്ഷിച്ചു വെക്കുന്നുണ്ട്. രാത്രിയിലെ മറ്റാരുമില്ലാത്ത സമയത്ത് കുളിക്കാനായി കുളത്തിലിറങ്ങുന്ന സ്ത്രീ തൻ്റെ ശരീരവും മാറിടവും വെള്ളത്തിലിറങ്ങുമ്പോൾ പോലും പരമാവധി ഒതുക്കത്തോടും മറയോടും കൂടിയിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആ വരികളിൽ പറയുന്നുണ്ട്. ഗ്രാമീണ സാഹചര്യങ്ങളിൽ സ്ത്രീ അവളുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ബോധത്തെയും അവരുടെ സ്വകാര്യത പാലിക്കാനുള്ള ജാഗ്രതയെയും ഈ കവിത സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം ഇളകുന്നതിനൊപ്പം ഈ മുലക്കച്ച നനഞ്ഞ് മറ്റൊരു തരത്തിലാവാതെ അതിനെ സൂക്ഷ്മമായിട്ട് മുറുക്കി വെക്കുന്നുണ്ട് എന്ന് ഈ വരികൾ പറയുന്നു. എന്നിട്ട് പടിഞ്ഞാട്ടേ കുളം, നീലനിലാവിൻ്റെ പടിക്കെട്ടിലിരുന്നവൾ പുറംതേക്കേ പുറകിലാലോ ഇരുട്ടാണ്. നോക്കുക, ആദ്യ ഭാഗത്തെ ശാന്തമായിട്ടുള്ള ദൃശ്യത്തിൽ നിന്ന് കവിത സംശയത്തിൻ്റെയും ഭയത്തിലേക്കും വായനക്കാരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കവിതയുടെ ആദ്യ ഭാഗത്തുണ്ടായിരുന്ന സൗന്ദര്യവും ആനന്ദവും മാറി സമൂഹത്തിലെ സ്ത്രീയുടെ അരക്ഷിതാവസ്ഥയിലേക്ക് കവിത വഴിമാറിപ്പോകുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ള പടിഞ്ഞാട്ടേ കുളം രാത്രി നിലാവിൻ്റെ വെളിച്ചത്തിൽ നീല നിറമായിരുന്ന സമയത്ത്, രാത്രിയുടെ നിഗൂഢമായിട്ടുള്ള സമയത്ത് ഈ കുളത്തിൻ്റെ നിറം നീലയാവുന്നു എന്ന് ചുരുക്കം. സമയത്ത് എന്ത് ചെയ്യുന്നു? കുളത്തിൻ്റെ പടിക്കെട്ടിലിരുന്നവൾ നേരത്തെ മടമ്പു തേച്ചതുപോലെ വൃത്തിയിൽ ശ്രദ്ധിക്കുന്ന ആ സ്ത്രീ ശാന്തമായിരുന്ന് പുറം വൃത്തിയാക്കുന്ന സമയത്ത് പുറകിലാരോ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നു എന്ന തോന്നൽ ഇവിടെ ഉളവാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പുറകിലാരോ ഇരുട്ടാണ്. ഈ ഒരൊറ്റ വാക്ക് ഭീഷണിയുടെ, ഭയപ്പെടുത്തുന്ന തീവ്രത നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അങ്ങനെ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നും സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്ക് കവിത വളരെ സൂക്ഷ്മമായിട്ട് വഴിമാറുന്നു എന്ന് ചുരുക്കം. പിന്നീട് പറയാണ്, ഇരുട്ടവൻ ഉളപ്പെണ്ണിൻ മതിപ്പിക്കും തുടക്കാമ്പിൽ ഉണർച്ചയാം കുടിക്കൂറ എടുത്തു കുത്തി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പുറകിലാരോ, ഇരുട്ടാണ് എന്ന് ഭീഷണി. ഇവിടെ ഈ വരികളിലേക്ക് വരുമ്പോൾ ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് തീരുന്നുണ്ട്.
സ്ത്രീയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും ലൈംഗിക അതിക്രമണത്തെയും ശക്തമായ ബിംബകൽപ്പനയിലൂടെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇരുട്ടവൻ, അപ്പോൾ ഇരുട്ടവൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന ആരോ ഒരാൾ, ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്നവൻ സ്വസ്ഥമായി കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ തുടക്കാമ്പിൽ, സ്ത്രീയുടെ ശരീരത്തിൽ ലൈംഗികമായി അവളെ ആക്രമിക്കുന്ന, കാമത്തിൻ്റെ മതിപ്പിക്കുന്ന ഒരു നോട്ടം പതിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇരുട്ടിലവൻ കുളപ്പെണ്ണിൻ മതിപ്പിക്കും തുടക്കാമ്പിൽ, അശ്ലീലമായിട്ട് അവളെ നോക്കി. എന്നിട്ട് ഉണർച്ചയാം കുടിക്കൂറ എടുത്തു കുത്തി. ഉണർച്ചയാം കുടിക്കൂറ എന്ന് പറയുന്നത് ഇവിടെ അക്രമിയുടെ ഉണർന്നിരിക്കുന്ന ലൈംഗിക അവയവത്തെ ഒരു കുടിക്കൂറയായിട്ട് ഉപമിക്കുന്നു എന്ന് ചുരുക്കം. ഈ ലൈംഗിക അവയവം കൊണ്ട് എടുത്തുകുത്തി എന്ന പ്രയോഗം ആ സ്ത്രീയെ അക്രമിയാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് സൂചന. ഒരു സ്ത്രീയുടെ സ്വകാര്യ നിമിഷം ഒരു പുരുഷനായ അക്രമിയാൽ ക്രൂരമായി ഹനിക്കപ്പെടുന്നതിൻ്റെ നേർചിത്രമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് പറയുകയാണ്, ഇരുട്ടിലവൻ ദൂരെ കയ്യാൽ അഴിക്കയാണ് ഇരുകൊങ്കയൊരു മുല തുറക്കണ്ണായി പുറത്തു ചാടി. ഇനി വരുന്ന വരികളിൽ അതിക്രമത്തിൻ്റെ ദൃശ്യത്തെ കൂടുതൽ വ്യക്തമാക്കുകയും ഇരയുടെ നിസ്സഹായതയും അക്രമിയുടെ ധാർഷ്ട്യത്തെയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇരുട്ടിലവൻ ദൂരക്കയ്യാൽ എന്നത് സ്ത്രീ ശരീരത്തിൽ അനാവശ്യമായി കൈപതിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അക്രമി സ്ത്രീയുടെ വസ്ത്രം ബലമായിട്ട് അഴിച്ചിടുകയും ആ സമയത്ത് മുലക്കച്ച കീറി ഒരു മാറിടം തുറന്ന കണ്ണുപോലെ പുറത്തു ചാടിയെന്നും പറയുന്നു. അക്രമി സ്ത്രീയുടെ വസ്ത്രം ബലമായി അഴിച്ചു മാറ്റുകയും അപ്പോൾ പുറത്തു വന്ന മാറിടം തുറന്ന കണ്ണുപോലെ ഭീതിയോടെ അക്രമിയെ നോക്കുകയും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇത് സ്ത്രീ ശരീരത്തിന് നേരെയുള്ള കയ്യേറ്റത്തെയും അതിലൂടെ അവൾ അനുഭവിക്കുന്ന അതിതീവ്രമായിട്ടുള്ള ഭയത്തെയും വേദനയെയും അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു മുല തുറക്കണ്ണായി പുറത്തു ചാടി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഇവിടെ പറയുന്ന മുലയല്ല, തുറന്ന വായി, കൊരുത്ത പല്ലിളകും, നാവുതിർക്കുന്നു ചുടുചോര ഇരുട്ടിൻ തല, കടിച്ചെടുത്തിരു ചുണ്ടു മടച്ചുടും സ്വരത്തോടെ വലം കാലാൽ ഉടൽ ദൂരെ കടലിൽ തട്ടി, പടിഞ്ഞാട്ടേ കുളം പെണ്ണിൻ മുടി മാടിയിടം പലാൽ തളർച്ചയാ പുരുഷത്വം ചവച്ചു തുപ്പി. മുൻപ് നടന്ന ലൈംഗിക അതിക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വരികളെ നമ്മൾ വായിക്കുമ്പോൾ അതിജീവനത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും രംഗം വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കാം. മുൻപ് പറഞ്ഞിരുന്ന തുറന്ന കണ്ണ് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ ഭാവം ഇവിടെ തുറന്ന വായ എന്നാക്കി മാറ്റുന്നു. അക്രമിയുടെ അതിക്രമത്തിൽ ഞെട്ടിപ്പോയവൾ അലറി വിളിക്കാനാവാതെ ഒരു നിമിഷം ഭയത്താൽ വാ തുറന്നിരുന്നു പോയി. മുലയല്ല, തുറന്ന വായായി ഒരു നിമിഷം വാ തുറന്നിരുന്നു ഭയപ്പെട്ട്. പിന്നീട് അക്രമിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ആ സ്ത്രീ അവൻ്റെ നാവിൽ കടിക്കുകയും കൊരുത്ത പല്ലിളകും, നാവുതിർക്കുന്നു ചുടുചോര ഇരുട്ടിൻ തല, അല്ലേ? പിന്നീട് അക്രമിയായിട്ട് മൽപ്പിടുത്തത്തിൽ ആ സ്ത്രീ അവൻ്റെ നാവിൽ കടിക്കുകയും നാവിൽ നിന്നും തലയിൽ നിന്നൊക്കെ ചുടുചോര കയ്യേറ്റത്തിൽ പിന്നെ ഒഴുകി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കടിച്ചെടുത്തു ചുണ്ടു പടച്ചുട്ടും സ്വരത്തോടെ, എന്താണ് കടിച്ചെടുത്തു ചുണ്ടും, അല്ലേ? അതിക്രമത്തിൻ്റെ വേദനയിൽ എന്ത് ചെയ്തു, ഇവിടെ തിരിച്ചാക്രമിച്ച് കാണണം. ഈ ആക്രമിക്കുന്നതിൻ്റെ വേദനയിൽ എന്തു ചെയ്തു, അതിക്രമത്തിൻ്റെ വേദന അവൾ രണ്ട് ചുണ്ടുകളും കടിച്ചമർത്തി കുടും കുടും എന്ന് പറഞ്ഞ ശബ്ദത്തോടെ കരയാനാവാതെ മിങ്ങിപ്പൊട്ടുന്ന കരച്ചിലിനെ അടക്കി പിടിക്കുന്ന ഒരു സൂചനയാണ് നാം ആ വരികളിൽ കാണുന്നത്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, വലംകാൽ ഉടൽ ദൂരെ കടലിൽ തട്ടി, കരയാനാവാതെ സങ്കടങ്ങളൊക്കെ ഒതുക്കി പിടിച്ച് അവൾ വലംകാലാൽ ഉടൽ ദൂരെ കടലിൽ തട്ടി. അവൾ വലംകാൽ കൊണ്ട് അതിജീവനം നടത്തുന്നതിന് ഒരു പ്രതീകമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, വലംകാല് കൊണ്ട് അതിജീവിച്ച് ആ ആക്രമണത്തെയൊക്കെ അവൾ മറികടന്ന് ആക്രമത്തിൻ്റെ അവശിഷ്ടമെല്ലാം ദൂരെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അതിക്രമത്തിൽ തൻ്റെ ശരീരത്തിനേറ്റ അഴുക്കിനെ
ശരീരത്തിൽ നിന്ന് വിശുദ്ധീകരിക്കാൻ അവൾ ശ്രമിക്കുന്നു. അതാണ് പറയുന്നത്, വലം കാലാൽ ഉടൽ ദൂരെ കടലിൽ തട്ടി. കടലിൽ ഈ പാപങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിനേറ്റ മുറിവുകൾ അവൾ കഴുകിക്കളയാൻ ശ്രമിച്ചു എന്ന് വായിക്കാം. പടിഞ്ഞാട്ടെ കുളം പെണ്ണിൻ മുടി മാടിയിടം പല്ലാൽ തളർച്ചയാം പുരുഷത്വം ചവച്ചു തുപ്പി. പടിഞ്ഞാട്ടെ കുളത്തിൽ അതിക്രമിയെ നേരിട്ട് കരുത്തയായ അവൾ പല്ല് മുറുകെ കടിച്ചു പിടിച്ച് മുടി ഒതുക്കി വെച്ച് തൻ്റെ പ്രതിരോധത്തിൽ തളർന്നു പോയ പുരുഷത്വത്തെ വെറുപ്പോടെ ചവച്ചു തുപ്പിക്കളയുന്നു. അവൾക്കിവിടെ ഉണ്ടായ ദുരനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയും അക്രമിയോടുള്ള പൂർണ്ണമായ തിരസ്കരണത്തെയുമാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അവൾ എന്ത് ചെയ്തു? ഈ അക്രമിയെ തോൽപ്പിച്ച് അതിജീവിച്ച് തിരിച്ചു വരുന്നു. എന്നിട്ട് പറയാണ്, ആക്രമണത്തിന് ശേഷമുള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ കാര്യം പറയാണ്. അലർച്ചയോട് ഇരുചിറി തുടച്ചു പല്ലിടയിലെ ഇറച്ചി കൈനഖം കുത്തി ഇളക്കി തോണ്ടി. ആക്രമണത്തിന് ശേഷം ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിലുള്ള ആക്രമണം നടന്നു. ആക്രമണത്തിന് ശേഷമുള്ള ശുദ്ധീകരണത്തിൻ്റെയും കടുത്ത വേദനയുടെയും രംഗങ്ങൾ കൂടുതൽ തീവ്രമാക്കി കാണിക്കുകയാണ്. അലർച്ചയോടെ അക്രമിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ തൻ്റെ വായിലും നഖത്തിൻ്റെ ഇടയിലൊക്കെ പറ്റിയ ചോരയും അക്രമിയുടെ മാംസവും ഒക്കെ തുടച്ചു മാറ്റുകയാണ്. തുടച്ചു പല്ലിടയിലെ ഇറച്ചി കൈനഖം കുത്തി ഇളക്കി തോണ്ടി. അക്രമിയെ കടിച്ചപ്പോൾ പല്ലിടയിൽ പറ്റിയ മാംസവും കൈവിരലുകൾ കൊണ്ട് പ്രതിരോധിച്ചപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ പറ്റിയ തൊലിയും മാംസവും കുത്തി ഇളക്കി പുറത്തേക്ക് കളയുമ്പോൾ അവൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക വേദനയുടെ ദൃശ്യമാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. അലസയായി വിളറിയ നിലാവിൻ്റെ മടിത്തട്ടിൽ പടിഞ്ഞാട്ടെ കുളമെന്നുറങ്ങാൻ പോയി. അവസാനത്തെ വരികൾ അതിജീവനത്തിൻ്റെ തീവ്രതയ്ക്ക് ശേഷം ശാന്തതയിലേക്കും തളർച്ചയിലേക്കും മടങ്ങുന്നതിൻ്റെ സൂചനയാണ് നമുക്ക് തരുന്നത്. കവിതയിലെ സംഘർഷഭരിതമായ രംഗങ്ങൾക്ക് ശേഷം അലസയായി, ശരീരത്തിനും മനസ്സിനുമേറ്റ തളർച്ചയ്ക്ക് ശേഷം അലസമായിട്ട് വിളറിയ ജീവനില്ലാത്ത ശരീരവുമായിട്ട് ശാന്തതയുടെ ഇടം തേടി നിലാവിൻ്റെ മടിത്തട്ടിൽ, അതായത് പ്രകൃതിയുടെ മടിത്തട്ടിൽ, പ്രകൃതി അമ്മയെപ്പോലെ അവളെ ആശ്വസിപ്പിച്ചു. ഭൂമിയുടെ മടിത്തട്ടിൽ അവൾ വീണു എന്ന് വേണം വായിക്കാൻ. അതായത് ഈ കടുത്ത ശാരീരികവും മാനസികവും നിറഞ്ഞ ആഘാതങ്ങളിൽ നിന്ന് മുക്തയായിട്ട് വിളറിയും തളർന്നും പോയ ആ സ്ത്രീ ശാന്തമായ നിലാവിൻ്റെ മടിയിൽ കിടന്ന് തൻ്റെ എല്ലാ ദുരിതങ്ങളെയും തൽക്കാലത്തേക്ക് മറന്ന് സമാധാനത്തിനായി ഉറങ്ങാൻ പോകുന്ന അതിജീവനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ചിത്രമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ കവിത എന്നുള്ളത് സ്ത്രീയുടെ സ്വകാര്യതയിലേക്കും സ്ത്രീയുടെ ശരീരത്തിലേക്കുമുള്ള പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ അക്രമാസക്തമായ കടന്നുകയറ്റത്തേക്കും അതിനെ അതിജീവിച്ച ഒരു സ്ത്രീയുടെ ശക്തമായ പ്രതിരോധത്തെയും ആത്മബലത്തെയും വളരെ സുന്ദരകരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു.